ലാലേട്ട, എല്ലാവരും വലിയ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. തൂക്കുവോ ലാലേട്ടൻ? എനിക്കറിയില്ല. ഞങ്ങളും അതേ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മലയാളികൾ മാത്രമല്ല, ആ ദൃശ്യം എന്നുള്ള സിനിമയെക്കുറിച്ച് അറിയാവുന്ന എല്ലാവരും, ദൃശ്യം 3 എന്ന് വരുന്ന എല്ലാവരും ചോദിക്കാറുണ്ട്. മലയാളികൾ മാത്രമല്ല, ഒരുപാട് പേര്. അപ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷനിൽ എന്താണെന്ന് നമുക്കറിയില്ല. ബട്ട് നമ്മളൊരു നല്ല സിനിമ ചെയ്തു എന്നൊരു ധാരണ എനിക്കുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഒരു ദൃശ്യം 1, 2, 3 ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധയോടെ ചെയ്തൊരു സിനിമയായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. തൂക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ റിലീസാണ്, ഈ സിനിമയെ സംബന്ധിച്ച് ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് ആണ് എല്ലാവർക്കും, ഓരോ മോഹൻലാൽ ആരാധകർക്ക് അല്ലെങ്കിൽ മലയാളികൾക്കും ഏറ്റവും പ്രിയപ്പെട്ടത്. കലണ്ടറിൽ അടയാളപ്പെടുത്തിയില്ലെങ്കിലും മലയാളികൾ ഓർത്തു വെക്കുന്ന ദിവസമാണ് മെയ് 21 ലാലേട്ടൻ്റെ ബർത്ത്ഡേ. അപ്പോൾ പിറന്നാളിന് എല്ലാവരും പിറന്നാളുകാരനാണ് സമ്മാനം കൊടുക്കുന്നത്. പക്ഷേ ലാലേട്ടൻ മലയാളത്തിന്, മലയാളികൾക്ക് വലിയൊരു സമ്മാനം നൽകുമോ എന്ന്? അല്ല, അങ്ങനെ സമ്മാനം ആയിട്ട് സ്വീകരിക്കുമെങ്കിൽ വലിയ സന്തോഷം. അതും വളരെ മനഃപൂർവ്വം സംഭവിച്ചല്ല. കാര്യം നമ്മൾ ഈ സിനിമകൾ റിലീസ് ചെയ്യുന്ന ഒരു വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ആയിരിക്കും. വെള്ളിയാഴ്ചയാണ് സാധാരണ റിലീസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ 21 എന്ന് പറയുന്ന ഒരു വ്യാഴാഴ്ചയാണ് വരുന്നത്. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ അത് ഒരു തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പം അതും ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു പിറന്നാൾ സമ്മാനമായിട്ട് അത് അവർ സ്വീകരിക്കട്ടെ. അത് വളരെ നല്ലൊരു സിനിമയായി മാറട്ടെ. അപ്പോഴാണല്ലോ ഒരു പിറന്നാൾ സമ്മാനമാകുന്നത്. അത് തിരിച്ചും അപ്പോൾ ഒരു സമ്മാനം തരാൻ അവർക്ക് തോന്നട്ടെ. മീന, ദൃശ്യം 1, 2 ആ ഫ്രാഞ്ചൈസിലെ 3ാമത്തെ പടമാണ്. വലിയ എക്സ്പെക്റ്റേഷൻ മലയാളികളെ സംബന്ധിച്ചുണ്ട്. ആദ്യത്തെ 2 ഭാഗത്തെക്കാട്ടിയും മെച്ചമാകുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. അത് മീറ്റ് ചെയ്യാൻ പറ്റുമോ? പ്രതീക്ഷിച്ചിട്ടുണ്ട്. വി ഹാവ് ട്രൈഡ് അവർ ബെസ്റ്റ്. പക്ഷേ എന്താ പറയുക, ദിസ് എക്സ്പെക്റ്റേഷൻ ഈസ് റിയലി സ്കേറി എന്നാ പറയണം. ബട്ട് വി ഹാവ് ഡൺ അവർ ബെസ്റ്റ്. തീർച്ചയായിട്ടും ഇതൊരു നല്ല സിനിമയായിരിക്കും. ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി ഡ്രാമ. ഇറ്റ്സ് എൻ ഇമോഷണൽ ഫാമിലി ഡ്രാമ. ആ എക്സ്പെക്റ്റേഷനോട് വന്നാൽ നന്നായിട്ടുണ്ടാവുമെന്നാണ് തോന്നുന്നത് എനിക്ക്. വി ഹാവ് ഡെഫിനറ്റ്ലി ട്രൈഡ് അവർ ബെസ്റ്റ് ആൻഡ് വി ആർ വെരി ഷുവർ ഇതൊരു നല്ല സിനിമയായിരിക്കും. 1 വലിയ പിരിമുറുക്കം ഉണ്ടായിരുന്നു. 2 എല്ലാവരോടും പറഞ്ഞ് ആ പിരിമുറുക്കം കളഞ്ഞ് ഫ്രീ ആയി. അപ്പോൾ ഫ്രീ ആയിട്ടാണോ ദൃശ്യം 3 അഭിനയിച്ചിട്ടുള്ളത്? അതെ, ഇറ്റ് ഈസ് നൈസ്. വളരെ എന്താ പറയാ, ടെൻഷൻ ഫ്രീ. പറയാൻ പറ്റില്ല. ഒന്ന് തുടങ്ങിയിട്ട് 13 വർഷങ്ങൾ കഴിഞ്ഞു. 13 വർഷത്തെ ഗ്രോത്ത് ഉണ്ട് ആ ക്യാരക്ടർ. കുട്ടികളൊക്കെ വലുതായി അല്ലേ, അവർക്ക് റെസ്പോൺസിബിലിറ്റികൾ കൂടി. പിന്നെ ജോർജ് കുട്ടിയെ പോലല്ല. ജോർജ് കുട്ടി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭയത്തിൽ ജീവിക്കുന്ന ആളാണ്. ഒരു എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലേ ജോർജ് കുട്ടിക്ക്. അതെപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാമെന്നൊരു രീതിയിലാണ്. പക്ഷേ ഇവർക്ക് കുറച്ചുകൂടെ കൺസേൺ എന്ന് പറഞ്ഞാൽ അവർ മൂത്ത മകൾക്ക് സുഖമില്ല. അവർക്കൊരു സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ടായി ഒരു ട്രോമയിൽ നിന്ന്. ആ കുട്ടിയുടെ 2ാമത്തെ കുട്ടി വലുതായി. ഒരുപാട് ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരം പറയേണ്ടി വരും. ജോർജ് കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ അതിനെക്കുറിച്ചൊന്നും പറയില്ല. സോ ഇത് അവർക്കും ഒരു ഭയങ്കര ഒരു ഇമോഷണൽ ഡ്രാമ എന്ന് പറയുന്നത് അതാണ്. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാം ശരിയായി എന്ന് പറഞ്ഞാൽ പോലും എവിടെയെങ്കിലും ഒരു ചെറിയ ഒരാൾ അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരാൾ വരിക, അല്ലെങ്കിൽ ഒരു ബെല്ലടി കേൾക്കുമ്പോഴൊക്കെ ഒരു പേടിയാണ്. സോ ആ ഭയത്തിൽ തന്നെയാണ് ആ ഫാമിലി ജീവിക്കുന്നത്. അപ്പോൾ ആ ഭയം എന്ന് പറയുന്നത് തന്നെയാണ് അവർക്ക് കിട്ടുന്ന ശിക്ഷ. അതുകൊണ്ട് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി അല്ല. കാര്യം നമുക്ക് കാണുന്ന പോലെ അല്ലല്ലോ. നമ്മളത് 2 ഫാമിലികളുടെ കഥയാണ്, 2 അമ്മമാരുടെ കഥയാണ്, 2 കുട്ടികളുടെ കഥയാണ്, 2 അച്ഛന്മാരുടെ കഥ. അപ്പോൾ അവർക്കും ഓപ്പോസിറ്റും അതേ ഇമോഷനിൽ ജീവിക്കുന്ന ഒരു ഫാമിലിയുണ്ട്. അപ്പോൾ അവർക്കും ഒരു സുഖകരമായിട്ട് ഉറങ്ങാൻ സാധിക്കാത്ത ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ആ ഒരു ട്രോമയിൽ ജീവിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു ഫാമിലി ഡ്രാമ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.